ഇന്ന് ഞാനും എൻ്റെ പാർട്ട്ണറും കൂടെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയി. PCOS ഇഷ്യൂ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കാണാൻ പോയത്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഡോക്ടർമാർ ഒബ്വിയസ്ലി ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, കുട്ടികൾക്ക് ആ പ്ലാൻ ഇല്ലേ, എത്ര നാളായി കല്യാണം കഴിച്ചിട്ടെന്നുള്ളത്. അപ്പോഴത്തേനും ഞങ്ങൾ ഒരു 5 വർഷമായി, ഞങ്ങൾക്ക് അതിനുള്ള മൈൻഡ് സെറ്റ് അല്ല, അതിനുള്ള താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും പെട്ടെന്ന് ഡോക്ടർ ഭയങ്കര ഒഫൻഡഡ് ആയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ ലേറ്റ് 20s ആണ്, ഇപ്പോൾ കുട്ടികളായില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് എക്സാം ഉണ്ടാകണമെന്നില്ല, നിങ്ങൾ റെഡി ആയി കഴിയുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ തിരിഞ്ഞു. പിന്നെ പെട്ടെന്ന് ഡോക്ടർ മരുന്ന് എഴുതി, ഞങ്ങൾ മരുന്ന് കുറിപ്പ് മേടിച്ചുകൊണ്ട് പോവാണ്. എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. നമുക്കൊരു പേഴ്സണൽ സ്വാതന്ത്ര്യം ഇല്ലേ? മനസ്സിനല്ലേ പ്രായമാകുന്നുള്ളൂ. ഇത് പെട്ടെന്ന് സോഷ്യൽ സ്റ്റിഗ്മ കാരണം നമ്മൾ എന്തിനും റെഡി ആവണോ എന്നുള്ളത് തോട്ടിലോട്ട് എനിക്കൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും യോജിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതല്ലേ, കുട്ടികളില്ലാത്ത കപ്പിളിനെ കാണുന്നതായിട്ട് ദുർഭാഗ്യം പിടിച്ച ആൾക്കാരെ പോലെ. എൻ്റെ നാട്ടിൽ എൻ്റെ ഒരു റിലേറ്റീവാണ്, നെയ്ബറും കൂടിയാണ്. വർഷങ്ങളായിട്ട് അവരിപ്പം 50-55 ഏജൊക്കെ കാണുമായിരിക്കും രണ്ടുപേർക്കും. അപ്പോൾ അവരെ കാണുന്ന എന്തോ ഭയങ്കര ദുർഭാഗ്യം പിടിച്ച ആൾക്കാരായിട്ടാ. അവർ ഭയങ്കര റിച്ചാ, അവർക്ക് ബേസിക് അടിസ്ഥാനം എല്ലാം ഉണ്ട്, അവരുടെ ബാങ്കിലൊക്കെ നല്ല പൈസ കിടപ്പുണ്ട്, അവർ സുഖമായിട്ട് അവരുടെ റിട്ടയർമെന്റ് ലൈഫ് അടിച്ചു പൊളിച്ച് ജീവിക്കുക. പക്ഷെ ഇവർ പാസ് ചെയ്ത് പോകുമ്പോൾ ഇവരെ കാണുമ്പോഴത്തേനും നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ നാട്ടുകാരും ഒക്കെ കാണുന്നത് ഭയങ്കര മോശമായിട്ടാ. അതെന്താന്ന് മനസ്സിലാകുന്നില്ല ഗൈസ്. ഇന്നത്തെ ദിവസം എൻ്റെ പോയി, സത്യം പറയാലോ, നല്ലൊരു വീക്കെൻഡ് ആയിരുന്നു. ഡോക്ടറിന്റെ ആറ്റിറ്റ്യൂഡ്, ഡോക്ടർ എന്ന് പറയുന്ന ഒരാളൊക്കെ പ്രത്യേകിച്ച് ഗൈനക്കിലൊക്കെ ഇരിക്കുന്ന ആള് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്? അവരല്ലേ ശരിക്കും പറയേണ്ടത് ദിസ് ഇസ് എ ചോയ്സ് എന്നുള്ള കാര്യം. ഗൈസ്, ശരിക്കും ഫെഡപ്പ് ആവുകയാണ്. ഇന്ത്യയിൽ ജീവിക്കണ്ട, എനിക്ക് നാട് വിട്ട് കപ്പൽ കയറി എവിടെയെങ്കിലും പോയാൽ മതി, ആളില്ലാത്ത ഏതെങ്കിലും ആൾക്കാരില്ലാത്ത ഏതെങ്കിലും ഐലൻഡിലെങ്ങാനും പോയി സുഖിച്ച് ജീവിക്കാന്ന് ആലോചിക്കുക.